നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ജോഹന്നാസ്ബർഗിൽ പരമ്പര നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സൂര്യകുമാർ യാദവും സംഘവും ഇന്ന് കളിക്കാനിറങ്ങുന്നത്. രാത്രി ഇന്ത്യൻ സമയം 8:30 ആ മത്സരം. പക്ഷേ അത് 8:30 തന്നെ ആരംഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അതായത് വെതർ ഫോർകാസ്റ്റ് അത്ര നല്ലതല്ല എന്നർത്ഥം. പിന്നെ പിച്ചിൻ്റെ സ്വഭാവം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. ലഭ്യമാവുന്ന വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ജോഹന്നാസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രൗണ്ട് വാണ്ടറേഴ്സ് ട്രഡീഷണലി ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും റൺ ഒഴുകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇവിടെ ഒരു T20I മത്സരം നടന്നത് ഡിസംബർ 2023 അന്ന് സൂര്യകുമാർ യാദവിൻ്റെ ഒരു മികച്ച പ്രകടനം നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ഇന്ത്യ 201 റൺസാണ് അന്ന് അടിച്ചു കൂട്ടിയത്. മറുപടി ബാറ്റിങ്ങിൽ നമ്മൾ അവരെ 95 റൺസിന് ഒതുക്കുകയും ചെയ്തിരുന്നു. കുൽദീപ് യാദവ് 5 വിക്കറ്റ് എടുത്തൊരു മത്സരമായിരുന്നു. ആ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഏതായാലും ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. ഇന്ന് റൺ ഒഴുകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അതേസമയം വെതർ ഫോർകാസ്റ്റ് അത്ര മികച്ചതല്ല. ഏതാണ്ട് ഒരു 4 മണിയോട്, അവിടുത്തെ ലോക്കൽ ടൈം 4 മണിയോടൊക്കെ അനുബന്ധിച്ച് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് വെതർ ഫോർകാസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് ടോസിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രൂപത്തിലൊരു ബ്രീഫ് ആയിട്ടുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പോലും മത്സരം വൈകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഫുൾ ഗെയിം തന്നെ ലഭിക്കും എന്നാണ് ഇപ്പോഴുള്ള പ്രഡിക്ഷൻ. എന്തായാലും മഴ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടറിയണം. മഴയ്ക്ക് സാധ്യതയുണ്ട്, മഴ പെയ്യും കളിക്ക് മുമ്പ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് എന്നർത്ഥം. കളി വൈകാൻ സാധ്യതയുണ്ട്. എന്തായാലും പക്ഷേ കളി നടക്കും. ഇന്ന് ഇന്ത്യ കളി വിജയിച്ചുകൊണ്ട് പരമ്പര സ്വന്തമാക്കും എന്ന് തന്നെ ആരാധകർ കരുതുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.